ഹലോ വെൽക്കം ബാക്ക് ടു ടോഡ്ലർ പാരന്റിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫാൾസ് പെയിനും റിയൽ ലേബർ പെയിനും തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യമായി ഗർഭം ധരിക്കുന്നവർക്ക് ശരിയായ പ്രസവ വേദന തിരിച്ചറിയുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഗർഭകാലത്തുണ്ടാവുന്ന സാധാരണ ശാരീരിക വേദനകൾ പോലും പ്രസവ വേദനയാണെന്ന് തെറ്റിദ്ധരിച്ച് ആശുപത്രിയിലേക്ക് ഓടുന്നവരുണ്ട്. അങ്ങനെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും. സത്യത്തിൽ ഈ രണ്ട് വേദനകളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പൊതുവായിട്ട് ഈ ഫാൾസ് പെയിൻ ഒക്കെ 8 മന്ത് തൊട്ടാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഈ രണ്ട് വേദനകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഫാൾസ് പെയിൻ അഥവാ തെറ്റായ പ്രസവ വേദന എന്ന് വെച്ചാൽ നമുക്ക് പീരീഡ്സ് ടൈമിൽ വരുന്ന സെയിം പെയിൻ പോലെ ഇരിക്കും. അതായത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പെയിൻ ആയിരിക്കും ആ സമയത്ത് നമ്മുടെ വയറ്റിനുണ്ടാവുന്നത്. പ്രസവ വേദനയാണെങ്കിൽ ഒന്ന് വന്ന് പോവും, പിന്നെ കുറച്ച് നേരം കൂടി നിൽക്കും, പിന്നെയും പോവും, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേദനയാവും. അങ്ങനെയായിട്ട് കൂടാറാണ് പതിവ്. അതും കടുത്ത രീതിയിൽ തന്നെ നമുക്ക് വേദന അനുഭവപ്പെടാറുണ്ട്. ചില സ്ത്രീകളിൽ നടുവേദനയിൽ നിന്നും ശരീരമാസകലം വേദനകൾ പടർന്നു പിടിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രസവ വേദന വയറ്റിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. നടക്കുകയോ വിശ്രമം എടുക്കുകയോ കിടക്കുന്ന പൊസിഷനിൽ നിന്നും ഒന്ന് മാറി കിടക്കുകയോ ചെയ്യുമ്പോൾ വേദന മാറുന്നുണ്ട് എങ്കിൽ അത് പ്രസവ വേദനയല്ല. അവസാന ആഴ്ചകളിൽ കുഞ്ഞിൻ്റെ അനക്കം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേദനകളും അനുഭവപ്പെടാറുണ്ട്. എൻ്റേതായ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ സാധാരണ വേദനകൾ വരുമ്പോൾ പോലും ഞാൻ ശരിക്കും പെയിന് എക്സാക്റ്റ് ആണ്, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് 3-4 പ്രാവശ്യം വേദന വന്നു പോയ ഞാൻ അവസാനം അഡ്മിറ്റായത് സത്യത്തിൽ വാട്ടർ ബ്രേക്ക് എന്ന റീസൺ മൂലമാണ്. വൊമിറ്റായി പോയപ്പോൾ പെട്ടെന്ന് വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അഡ്മിറ്റ് ചെയ്ത സമയത്തും എനിക്ക് പെയിൻ ഒന്നും കാര്യമായിട്ട് വന്നിരുന്നില്ല. ചെറിയ തോതിൽ ഇടുപ്പ് വേദന, കുഞ്ഞിതായിട്ട് വയറുവേദന ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ചെറിയ തോതിൽ വേദന കൂടി വന്ന സമയത്ത് ഞാൻ അയ്യോ എനിക്ക് വയറുവേദന വരുന്നുണ്ട്, വേദന വന്നു എന്നൊക്കെ പറയുമ്പോൾ അവരും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, അല്ല ഇതല്ല വേദന, നിനക്ക് ഇനിയും വരാനുണ്ട്, ഇത് പ്രസവ വേദന ആയിട്ടില്ല. ഈ ആയിട്ടില്ല എന്നുള്ളത് ഈ 8ാമത്തെ മാസം സ്റ്റാർട്ടായപ്പോൾ തൊട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കണതാണ്. ഈ അവസാന നിമിഷവും ഇവർ ഇതന്നെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പക്ഷേ പിന്നീട് എൻ്റെ വയറങ്ങോട്ട് കഴുകി കുറച്ച് നേരം പെയിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള മരുന്നൊക്കെ അവർ തന്നതിന് ശേഷം ഒരു വേദന അങ്ങോട്ട് വന്നു. ആ പെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളല്ലാതാവും എല്ലാ രീതിയിലും. ആ ഇടുപ്പത്തെ എല്ലൊക്കെ, പെൽവിക് ഏരിയ എല്ലാം ഇടുപ്പത്തെ എല്ലൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകുന്ന രീതിയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അമ്മാതിരി വേദനയായിരിക്കും. വയറൊന്നും ഒരു രക്ഷയില്ലാത്ത വേദനയായിരിക്കും. വയറാണോ വേദന അതോ ഇടുപ്പാണോ? ഇടുപ്പത്തെ വേദന എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. പിന്നെ എവിടെയാ വേദന, എന്താ വേദന ഒന്നും അറിയില്ല. അമ്മാതിരി നമ്മൾ ആകെ ടോട്ടലി വേദനകളുടെ ഒരു കൂമ്പാരം പോലെ ആവും. ആ ഒരു ഫീലാണ് ആ ഒരു സമയത്ത് തോന്നാറ് കേട്ടോ. ഇപ്പോൾ എക്സാക്റ്റ് പെയിൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് ഞാൻ ഈ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്, എന്താണ് റിയൽ പെയിൻ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലും സംശയിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ എക്സാക്റ്റ് പെയിൻ വന്നാൽ ഒരു രീതിയിലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വരും. മാക്സിമം നിങ്ങൾ സഹിക്കാൻ പറ്റാത്ത പെയിൻ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് എങ്ങനെ വല്ലതും കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് ഒരു പോർഷനായിട്ട് ഇത് എടുത്തത്. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്